നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനോഹരമായൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യമായി ഈ ലൊക്കേഷനെ കുറിച്ച് പരിചയപ്പെടാം. ഈ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 3-3.5 കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഈ പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ല പ്രൊജക്റ്റാണിത്. ഇവിടെ നിന്നും കളക്ട്രേറ്റിലേക്ക് ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരം, എടപ്പള്ളിയിലേക്ക് 6 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഒരു 4-4 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും നൽകിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമൺ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടുകൾക്ക് നൽകിയിട്ടുണ്ട്. നല്ല ഒരു 8ഓളം വീടുകൾ വരുന്നൊരു പ്രൊജക്റ്റാണിത്. ഓൾറെഡി 3 വീടുകൾ സോൾഡ് ഔട്ടായി കഴിഞ്ഞു. കാക്കനാട് എടപ്പള്ളി ജില്ലകളിലും വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് 2018 പോലും ഫ്ലഡ് എഫക്റ്റഡ് ആവാത്തൊരു പ്രൊജക്റ്റാണ്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിന് കിണർ വെള്ളവും KWA കണക്ഷനുമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീടിൻ്റെ മുൻവശത്ത് നൽകിയിട്ടുണ്ട്. ഒരു കവേർഡ് പാർക്കിങ്ങും ഒരു ഓപ്പൺ പാർക്കിങ്ങുമായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഏതൊരു വേനൽക്കാലത്തും കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് ഈ പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കല്ല ഒരു 6-7 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താവുന്ന ഒരു ദൂരത്തിലാണ് ഈ പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. വീടിൻ്റെ മുൻവശത്തായി കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. ഒരു വലിയൊരു കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തും സൈഡ് വശങ്ങളുമായി ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വാട്ടർ ഫൗണ്ടനും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡൈനിങ് നിന്ന് കാണാവുന്ന വിധത്തിൽ ആണ് ഈ വാട്ടർ ഫൗണ്ടൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീടിൻ്റെ വുഡൻ വർക്കുകളെല്ലാം ആഞ്ഞിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. വിശാലമായ ഒരു ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ധാരാളം വിൻഡോകൾ നൽകിയ നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റും മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വലിയ വെറ്റിഫൈഡ് ടൈൽസുകൾ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു ഫ്ലോറിംഗ് എല്ലാം. ഇവിടെ ഒന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ലൊരു ഭംഗിയിലുള്ളൊരു സ്റ്റെയർ കേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നുണ്ട്. ഈ സ്റ്റെയർ കേസുകൾക്കായി ടഫൻ ഗ്ലാസും അതുപോലെ തന്നെ നല്ലൊരു ടൈലിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടറും വരുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു എൻട്രി, ഡൈനിങ് സ്പേസിൽ നിന്നും ഒരു എൻട്രി നമുക്കൊരു വാട്ടർ ഫൗണ്ടൻ കോർട്ട്യാർഡിലേക്ക് വരുന്നുണ്ട്. നല്ലൊരു ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൗണ്ടറിൽ കട്ട്ലറി ക്രോക്കറികൾക്കുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ല ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ഒരു ഗ്രേ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വൈറ്റ് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഒരു സ്പോട്ടിംഗ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ബാക്ക് വശത്തായി ഒരു വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്.
ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സ്പോട്ടിംഗ് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ലൊരു സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ ലഭിക്കുന്നത്. ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകളെല്ലാം ചെയ്തു വരുന്നതേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയിലുള്ള 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നല്ല ഭംഗിയിൽ ടഫ് ആൻഡ് ഗ്ലാസ്സിൽ അതുപോലെ തന്നെ വുഡും എല്ലാം ഉപയോഗിച്ചും ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വലിയൊരു സ്റ്റഡി ഏരിയ, ഒരു ഓഫീസ് ഏരിയ യൂസ് ചെയ്യാൻ വിധത്തിലുള്ള ഒരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഇവിടെയും നല്ല സ്പേഷ്യസ് ആയ നീളത്തിലൊരു ബാത്റൂമാണ്. നല്ല ലക്ഷറി ആയി തന്നെ ഇത് നിർമ്മിക്കുന്നത്. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു കിങ് സൈസ് ബെഡിനാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും ഇവിടെയും ലഭ്യമാണ്. മാത്രമല്ല എല്ലാ റൂമുകളിലും ഒരു ഡ്രസ്സിങ് ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ബെഡ്റൂമിൽ നിന്നും ഒരു ചെറിയൊരു ബാൽക്കണിയിലേക്കൊരു എൻട്രി വരുന്നുണ്ട്. മാത്രമല്ല വലിയൊരു ബാൽക്കണിയും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതാണ്ട് 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് കോൺക്രീറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു വലിയൊരു ബാൽക്കണി മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. ഈ വീടുകൾക്ക് 75 ലക്ഷം രൂപ വരെ ഞങ്ങൾ ലോണും എടുത്ത് നൽകുന്നതാണ്. ഈ വീടുകൾ സ്വന്തമാക്കാനോ വിസിറ്റ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.